നമസ്കാരം. ഇന്നത്തെ നമ്മുടെ പാഠം സമയവിനിമയ രീതികളെക്കുറിച്ചാണ്. ഇംഗ്ലീഷിൽ അതിനെ ടൈം സ്ട്രക്ചറിങ് എന്ന് പറയും. അതോടൊപ്പം തന്നെ മറ്റുള്ളവരുമൊത്ത് നമ്മൾ സമയം ചെലവഴിക്കുമ്പോൾ നല്ല ആരോഗ്യകരമായ പ്രതികരണങ്ങൾ എങ്ങനെ അവർക്ക് കൊടുക്കാം, അങ്ങനെ സമൂഹത്തിൻ്റെ ആരോഗ്യം എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നൊരു വിഷയം കൂടെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അടുത്തതിലേക്ക് കടക്കാം. സമയവിനിമയ രീതികൾ എന്ന് പറയുമ്പം നമ്മൾ മറ്റുള്ളവരുമൊത്ത് സമയം ചെലവഴിക്കുമ്പം നമ്മുടെ സമയം എങ്ങനെ ചെലവഴിക്കുന്നു എന്നുള്ളതാണ്. അത് പല രീതികളിലുണ്ട്. നമ്മൾ സാമൂഹ്യ ജീവികളായതുകൊണ്ട് നമ്മൾ ഉണർന്നിരിക്കുന്ന സമയം പലപ്പോഴും മറ്റുള്ളവരുമൊത്താണ് സമയം ചെലവഴിക്കുന്നത്. അത് പല രീതിയിൽ ക്രമീകരിക്കുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ ചോദനകൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ നാഡീവ്യൂഹത്തിന് എപ്പോഴും ചോദനകൾ വേണമെന്നുള്ളത് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഏറ്റവും നല്ല ചോദനകൾ, നഷ്ടം ഏറ്റവും കുറഞ്ഞ് തീവ്രത അനുഭവം അല്ലെങ്കിൽ ഉള്ളിലെ ആന്തരിക അനുഭവം ശക്തമായിട്ടുണ്ടാകുന്ന ചോദനകൾ കിട്ടാനാണ് നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത്. അതിനായിട്ട് മനുഷ്യനൊരു പ്രത്യേക രീതിയിൽ സമയം ക്രമീകരിക്കുന്നുണ്ടെന്നാണ് എറിക് ബേണിൻ്റെ വിനിമയ അപഗ്രഥന ശാസ്ത്രത്തിൽ അദ്ദേഹം പഠിപ്പിക്കുന്നത്. ഇത് സമൂഹങ്ങളിലെല്ലാം കാണുന്നതാണ്. ഏത് രാജ്യം, ഏത് ജാതി, ഏത് വർണ്ണം എന്നൊന്നും ഇതിന് ബാധകമല്ല. എല്ലാ മനുഷ്യരിലും ഈ സമയക്രമീകരണ രീതി കാണുന്നുണ്ട് എന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട്. ഈ പാഠം പഠിക്കുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് മാനസികമായ നഷ്ടം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. നമ്മളെല്ലാവരും സന്തോഷമായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരാശയത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. സന്തോഷത്തിൻ്റെ നഷ്ടമാണ്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ സന്തുഷ്ട അവസ്ഥ നഷ്ടപ്പെടാനുള്ള സാധ്യതയാണ്. അതിനെ സൈക്കോളജിക്കൽ റിസ്ക് എന്ന് പറയും. അപ്പം അത് ഏറ്റവും കുറച്ച് ഏറ്റവും സന്തോഷകരമായിട്ട് സന്തുഷ്ടമായിട്ട് ഏറ്റവും തീവ്രമായ ഒരു അനുഭവത്തോടുകൂടി ഇരിക്കാൻ മനുഷ്യൻ ശ്രമിക്കുന്നു എന്നാണ് ഈ ശാസ്ത്രം പഠിപ്പിക്കുന്നത്. ഇത് 6 രീതികളുണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു കണ്ടുപിടുത്തം. അതിനെക്കുറിച്ച് നമുക്ക് തുടർന്ന് പഠിക്കാം. ഇവിടെ നമുക്ക് സമയ ക്രമീകരണ രീതികൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. ഇതിൻ്റെ ഒരു പ്രമാണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സന്തോഷത്തിൻ്റെ നഷ്ടം അഥവാ റിസ്ക് കൂടുതലുള്ളത് ആണ് തീവ്രതയിൽ കൂടുതലുള്ള പെരുമാറ്റ രീതികൾ തരുന്നത്. അപ്പോൾ ഉദാഹരണത്തിന്, ഏറ്റവും നഷ്ടസാധ്യത കുറവുള്ള പെരുമാറ്റ രീതി തനിയെ ഇരിക്കുന്നതാണ്. എത്ര ആളുകളുണ്ടെങ്കിലും അവരോട് ഇടപെടാതെ ഇരിക്കുക. അപ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മുടെ ഓർമ്മകളൊക്കെ ആയിട്ട് നമുക്ക് സന്തോഷമായിട്ടിരിക്കാം. പക്ഷേ അതിന് വളരെ തീവ്രത കുറവാണ്. എന്നാൽ രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് കുറച്ചും കൂടെ നഷ്ടസാധ്യതയുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എല്ലാവരും പെരുമാറിയെന്ന് വരില്ല. ഉപചാരങ്ങളൊക്കെ കൊടുക്കുമ്പോൾ എല്ലാവരും തിരിച്ചുപചരിച്ചെന്ന് വരില്ല. എന്നാൽ കിട്ടിയാൽ അത് സന്തോഷമാണ്. മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത് നമ്മൾ ആളുകളെ കൂടുതലായിട്ട് പരിചയപ്പെടുന്നതാണ്. അതിനെ നമ്മൾ സമയം കൊല്ലുന്ന രീതി എന്ന് പറയും. സമയം കൊല്ലുകയല്ല, കൂടുതലായിട്ട് ആളുകളെ മനസ്സിലാക്കാൻ പരിശ്രമിക്കുന്ന വല്ലതൊക്കെ പറഞ്ഞ്. അപ്പം നമുക്ക് കൂടുതൽ സന്തോഷങ്ങളുണ്ടാവും. പക്ഷേ അങ്ങനെ എല്ലാവരും നമ്മളുടെ അടുത്ത് സംസാരിക്കണമെന്നില്ല. അപ്പോൾ അതിന് റിസ്ക് കൂടുതലുണ്ട്. നാലാമത്തെ തരം ഇടപെടൽ ജോലികളിൽ ഏർപ്പെടുന്നതാണ്. നമുക്കൊരു വരുമാനം ഉണ്ടാകാൻ വേണ്ടിയുള്ള ജോലികളൊക്കെ ചെയ്യുമ്പം വരുമാനം കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് അവിടെ സന്തോഷ സാധ്യത കൂടുതലാണ്. പക്ഷേ ജോലിയുടെ വരുമാനം ഉടനെ കിട്ടിക്കോണമെന്നില്ല, കുറേ കഴിഞ്ഞിട്ടേ കിട്ടത്തുള്ളായിരിക്കും. അപ്പം അങ്ങനെ ഒരു റിസ്ക് ഉണ്ട് അവിടെ. അഞ്ചാമത്തെ തരമായിട്ട് പറയുന്ന അടവുകളാണ്. അടവുകളിൽ റിസ്ക്കും വളരെ കൂടുതലാണ്, പക്ഷേ അനുഭവത്തിൻ്റെ തീവ്രതയും വളരെ കൂടുതലാണ്. ഇനി ആറാമത് പറയുന്നതാണ് സൗഹൃദം. സൗഹൃദം എന്ന് പറഞ്ഞാൽ നല്ല ആത്മാർത്ഥമായ സൗഹൃദം, കൂട്ടുകൂടാൻ. അങ്ങനെ കൂട്ടുകൂടാൻ ഒരുപാട് ഛേദമുണ്ട്, പക്ഷേ കിട്ടിക്കഴിഞ്ഞാൽ നല്ലതാണ്. അതാണ് അതിൻ്റെ ഒരു ശാസ്ത്രം. നമുക്ക് അടുത്തതിലേക്ക് നോക്കി ഇതൊക്കെ ഒന്ന് വിശദമായിട്ട് മനസ്സിലാക്കാം. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരാളുടെ ഒരു സമയക്രമീകരണ ശൈലിയാണ്. ഇതൊരു സാമ്പിളായിട്ട് ഞാൻ കാണിക്കുകയാണ്. ഇതുപോലെ നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ ഉണർന്ന് മറ്റുള്ളവരുമായിട്ട് ഇടപെടുന്ന സമയങ്ങൾ എങ്ങനെ ചിലവഴിക്കുന്നു എന്നൊന്ന് പുറകോട്ട് ചിന്തിച്ച് നോക്കാം. പലപ്പോഴും നമുക്ക് തനിയെ ഇരിക്കാനാണോ ഇഷ്ടം, അതോ പുതിയ ആളുകളെ കാണുമ്പോൾ നമ്മൾ പരിചയപ്പെടുന്നുണ്ടോ, അതോ അവരോട് വഴക്കിടുകയാണോ, അതായത് അടവുകളിൽ ഏർപ്പെടുകയാണോ തർക്കിച്ചൊക്കെ, അതോ അവരെ മനസ്സിലാക്കാൻ വേണ്ടി തമാശയൊക്കെ പറഞ്ഞ് സമയം കൊല്ലുന്ന രീതിയാണോ?
അതോ ആളുകളോട് ചേർന്നിരിക്കുമ്പം ജോലികളിൽ ഏർപ്പെടുകയാണോ ചെയ്യുന്നത്? അതോ അതിലെല്ലാം ഉപരിയായിട്ട് പരിചയപ്പെടുന്ന ആളുകളുമായിട്ട് ഒരു സൗഹൃദം ഉണ്ടാക്കാനുള്ള പരിശ്രമം നമ്മൾ നടത്തുന്നുണ്ടോ എന്നൊന്ന് വിലയിരുത്തി നോക്കിയിട്ട് ഏകദേശം എത്ര സമയം വീതം ഒരു 100ൻ്റെ ഭാഗങ്ങളായിട്ട് ഇത് ഈ 6 രീതിയിൽ നിങ്ങളുടെ സമയം നമുക്ക് ഇതിനകത്തൊന്ന് രേഖപ്പെടുത്തി ഒരു പൈ ചാർട്ട് വരച്ച് നോക്കാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അതിനൊരു സ്പ്രെഡ്ഷീറ്റ് അയച്ചു തരാം. അടുത്തത് പരിശീലനമാണ്. ഇതിന് സ്പ്രെഡ്ഷീറ്റ് വേണമെന്നില്ല. നിങ്ങൾ ആലോചിച്ചിട്ട് ഒരു ശതമാനം കണക്ക് എഴുതിയിട്ട് ഒരു വട്ടം വരച്ച് അതിനകത്ത് ഈ പൈ ചാർട്ട് ഉണ്ടാക്കിയാൽ മതി. സ്പ്രെഡ്ഷീറ്റ് വേണമെന്നുണ്ടെങ്കിൽ എന്നോട് ആവശ്യപ്പെട്ടാൽ ഞാൻ അയച്ചു തരാം. അപ്പോൾ ഈ എക്സസൈസ് ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് വീഡിയോ നിർത്തി ഈ എക്സസൈസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് തുടർന്ന് ബാക്കിയുള്ള ഭാഗങ്ങൾ കേൾക്കാം. ഈ ആശയങ്ങളൊക്കെ പഠിക്കുമ്പം ചെറുപ്പത്തിൽ വന്നുപോയ നഷ്ടങ്ങളെക്കുറിച്ചൊക്കെ ചിലപ്പോൾ നമുക്ക് ഓർമ്മകൾ വരും. അയ്യോ അന്നങ്ങനെ ചെയ്തില്ലല്ലോ എന്നൊക്കെ. പക്ഷെ ഞാനിവിടെ പറയാൻ ശ്രമിക്കുന്നത് അങ്ങനെ നമ്മൾ പ്രയാസപ്പെടേണ്ട കാര്യമില്ല. നമുക്ക് ജീവിതത്തിൽ ഒരുപാട് അവസരങ്ങൾ വീണ്ടും വീണ്ടും വരും. വളരാനുള്ള അവസരം നമുക്ക് എപ്പോഴും ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആധ്യാത്മിക പാരമ്പര്യങ്ങളൊക്കെ ഇതേക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ ക്ലാസ്സിലിരിക്കാൻ സാധിക്കുന്നതും ഇന്നിവിടെ തന്നെ ഓരോ കാര്യങ്ങൾ പുതിയതായിട്ട് പഠിക്കാൻ പറ്റുന്നതും. യോഗശാസ്ത്രം, എല്ലാ സ്പിരിച്വൽ സയൻസസും അതിനെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. ഈവൻ ട്രെയിനിങ് പ്രോഗ്രാംസിൻ്റെ പോലും ലക്ഷ്യം അതാണ്. നിങ്ങൾക്ക് പുതുതായിട്ട് പഠിക്കാനും മാറ്റങ്ങൾ വരുത്താനും സാധ്യതയുണ്ട് എന്നെപ്പോഴും ഓർക്കുക. പ്രത്യേകമായിട്ട് വിനിമയ അപഗ്രഥന ശാസ്ത്രത്തിൽ ഇതിനെക്കുറിച്ചൊരു പഠനം നടത്തിയ ഒരു വ്യക്തിയുണ്ട്. പമേല ലെവിൻ എന്നാണ് അവരുടെ പേര്. അവരൊരുപാട് ഗോത്ര സമൂഹങ്ങളെയാണ് പഠിച്ചത്. ഗോത്ര സമൂഹങ്ങളിലെല്ലാ ആളുകൾ 13 വർഷം കൂടുമ്പം പുതുതായിട്ട് പഴയ കാര്യങ്ങളെ അതിജീവിക്കാനുള്ള പഠനങ്ങൾ നടത്തുന്ന ഒരു രീതി അവർ കാണുന്നുണ്ട്. അതിനൊരു ശാസ്ത്രീയമായ അടിത്തറയുണ്ട്. ശരീരശാസ്ത്രവും അങ്ങനെ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് കാണാം. ചാക്രികമായിട്ട് വളരാനുള്ള അവസരം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതിനൊരു ശരീരശാസ്ത്രപരമായ തിയറിയുണ്ട്. ശരീരശാസ്ത്രം അനുസരിച്ച്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളെങ്ങനെയാണ് വളരുന്നതെന്ന് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ജനിക്കുമ്പോൾ മുതൽ ഒരു 6 മാസം വരെ നമ്മളായിരിക്കും. നമുക്ക് വേറൊന്നും ചെയ്യാൻ കഴിവില്ല. അതിന് ബീയിങ് സ്റ്റേറ്റ് എന്ന് പറയും. 6 മാസം കഴിഞ്ഞ് ഒരു 12 മാസം വരെയുള്ള അല്ലെങ്കിൽ 1 വയസ്സ് വരെ ഉള്ള കാലം നമ്മൾ എന്തെങ്കിലുമൊക്കെ അനങ്ങി തുടങ്ങും. 4 കാലിൽ എഴഞ്ഞു തുടങ്ങും. അതിനുശേഷം ഒരു 1.5 വയസ്സ് വരെ മുതൽ ഒരു 3 വയസ്സ് വരെയുള്ള കാലം എക്സ്പ്ലോറിംഗ് ആണ്. നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൂടുതലായിട്ട് നീങ്ങി ആളുകളെ കാണാനും പുറത്തെ കാഴ്ചകളൊക്കെ കാണാനും ഒക്കെ പരിശ്രമിക്കുന്ന ഒരു പ്രായമാണ്. അത് കഴിഞ്ഞുള്ളൊരവസ്ഥ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിചയപ്പെടലുകളാണ്. സ്കൂളിൽ പോകുന്നൊരു സമയം പുതിയ ആളുകളെ നമ്മൾ ബന്ധപ്പെടും, പരിചയപ്പെടും. അടുത്തൊരു ഘട്ടം എന്ന് പറഞ്ഞാൽ ഈ പരിചയപ്പെട്ട ആളുകളുമായിട്ട് സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു പരിശ്രമമാണ്. അത് കഴിഞ്ഞാൽ 13 വയസ്സ് കഴിഞ്ഞ് 19 വയസ്സ് വരെയുള്ള കാലം ഇതെല്ലാം ആവർത്തിക്കും. അതോടൊപ്പം ബന്ധങ്ങളൊന്നും കൂടെ പുതുക്കുകയും ചെയ്യും. അപ്പം ഇത് 19 വയസ്സ് കഴിയുമ്പോൾ വീണ്ടും നമുക്ക് ജനിച്ചപ്പോഴത്തെ പോലെ ഒരു അവസരം ഉണ്ടാകും. അങ്ങനെ ഇത് ചാക്രികമായിട്ട് വന്നുകൊണ്ടിരിക്കും എന്നാണ് പമേല ലെവിൻ്റെ തിയറി പറയുന്നത്. ഈ ചാക്രികമായിട്ട് വളരാനുള്ള അവസരം 13 വർഷത്തിലൊരിക്കലും മാത്രമല്ല. നമുക്ക് ജീവിതത്തിൽ സന്തോഷങ്ങളുണ്ടാകുന്ന സമയങ്ങളും ചിലപ്പോൾ വലിയ പ്രയാസങ്ങളുണ്ടാകുന്ന സമയങ്ങളും ഒക്കെ നമ്മുടെ സാധ്യതകളെ മനസ്സിലാക്കി നമ്മുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ വേണ്ടി പഠിക്കാൻ വേണ്ടിയുള്ള അവസരങ്ങളാണ്. അതാണ് ഈ ചാക്രിക വളർച്ചയ്ക്ക് പമേല ലെവിൻ ക്ഷമതാചക്രം എന്ന് പേരിട്ടിരിക്കുന്നത്. നമ്മുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയാണ് ഈ പഠനങ്ങളിൽ കൂടെ നമുക്ക് കിട്ടുന്നത്. അടുത്ത ഒരു എക്സസൈസാണ്. നിങ്ങളിപ്പോൾ പഠിച്ച എന്തൊക്കെയാണ് 6 ഘട്ടങ്ങൾ നമ്മുടെ വളർച്ചയുടെ, എന്താണ് ചാക്രികമായിട്ട് നമുക്ക് വളരാനുള്ള സാധ്യത എന്നൊന്ന് ഓർത്തെഴുതുക. അത് എഴുതി കഴിയുമ്പം ഈ വീഡിയോ വീണ്ടും തുറന്ന് ബാക്കി കൂടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇപ്പോൾ ഈ വീഡിയോ ഒന്ന് നിർത്തുക. സമയക്രമീകരണ രീതിയെക്കുറിച്ചുള്ള ഈ പഠനത്തിൽ നമ്മൾ മനുഷ്യരുമായിട്ട് ഇടപെടുമ്പോൾ എങ്ങനെ ആരോഗ്യകരമായ ബന്ധങ്ങൾ ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്ക് നല്ല എന്താ പറയണ്ടേ പ്രതികരണങ്ങൾ കൊടുക്കാം
എന്നും കൂടെ പഠിക്കാമെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു. ഇപ്പം ഈ സമയക്രമീകരണം തന്നെ നമ്മളെപ്പോഴും ചെയ്യുന്നത് മറ്റുള്ളവരുമായിട്ട് ചേർന്നിരിക്കുമ്പോഴാണ്, അതായത് ഗ്രൂപ്പുകളിലിരിക്കുമ്പോഴാണ്, മറ്റുള്ളവരുമായിട്ടുള്ള സമൂഹത്തിലാണ്. അപ്പം ആ സമൂഹത്തിലിരിക്കുമ്പോൾ നമ്മൾ പല രീതിയിൽ അവരോട് ഇടപെടേണ്ടി വരും. അതിനൊരു ഡൈനമിക്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഡൈനമിക്സ് എന്ന് പറഞ്ഞാൽ അത് വളരെ ചടുലമാണ്, അതെപ്പോഴും മാറിക്കൊണ്ടിരിക്കും. മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾ എപ്പോഴും ഒരേ നിലയിൽ തുടരണമെന്നില്ല. അതിൻ്റെ ഒരു കാരണം എന്താണ്? മാനസികമായിട്ടും സാമൂഹികമായിട്ടും നമ്മൾ അവരോട് ഇടപെടുന്ന രീതികളാണ്. അതെങ്ങനെ ഏറ്റവും ക്രിയാത്മകമായിട്ട് ചെയ്യാമെന്ന് വിശദീകരിക്കുന്ന വേറൊരു തിയറിയാണ് ഇനി പഠിക്കുന്നത്. ഇവിടെ പഠിക്കുന്നത് സാമൂഹ്യ ബന്ധങ്ങളുടെ ജാലകങ്ങളെക്കുറിച്ചാണ്. അതിന് ജൊഹാരി വിൻഡോ എന്നൊരു പേരുണ്ട്. കാരണം ജോസഫ് ലുഫ്ത്, ഹാരി ഇംഗാം എന്ന് പറഞ്ഞ 2 പേര് ചേർന്നുണ്ടാക്കിയതായത് ഈ മോഡൽ. അതുകൊണ്ട് അതിന് ജൊഹാരി വിൻഡോ എന്നുള്ള പേര് പറയുന്നത്. അവർ പറയുന്ന മനുഷ്യബന്ധങ്ങൾക്ക് 4 ജാലകങ്ങളുണ്ടെന്നാണ്. 1 തുറന്ന ജാലകം, 2 അന്ധമായ ജാലകം, 3 ഗുപ്തമായ അല്ലെങ്കിൽ ഒളിച്ചു വെച്ചിരിക്കുന്നത്, 4മത്തത് നമുക്കറിയത്തുപോലുമില്ല നമ്മുടെ ബന്ധങ്ങൾ എങ്ങനെയാകാം, നല്ലതാകുമോ ചീത്തയാകുമോ എന്നുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് എന്ന് വിശദീകരിക്കുന്ന ഒരു തിയറിയാണ് ജൊഹാരി വിൻഡോ. ഈ ഒരു വിൻഡോയുടെ മോഡൽ വെച്ച് നമുക്ക് എങ്ങനെ മനുഷ്യരോട് ഇടപെടണം എന്നുള്ളതൊന്ന് അടുത്തതായിട്ട് പഠിക്കാം. ജൊഹാരി വിൻഡോ അനുസരിച്ച് നമ്മുടെ ചിന്തകളും പെരുമാറ്റങ്ങളും വികാരങ്ങളും നമ്മൾ പ്രകടിപ്പിക്കുക വഴി മനുഷ്യബന്ധങ്ങൾക്ക് 4 തരം ജനാലകളുണ്ടെന്ന് നമ്മൾ പഠിച്ചു. ആ 4 തരം ജനാലകളുടെ പേരേതൊക്കെയാണ്? തുറന്നത്, അന്ധമായത്, ഗുപ്തമായത്, പൊട്ടൻഷ്യൽ, നമുക്കറിയത്തില്ലാത്തത്. എന്തൊക്കെയാണ് ഈ നമ്മുടെ പെരുമാറ്റങ്ങളിലുള്ളത്? ചിന്തകളുണ്ട്, പെരുമാറ്റങ്ങളുണ്ട്, വികാരങ്ങളുണ്ട്. അപ്പം നമ്മൾ തമ്മിലുള്ള ബന്ധം നന്നാവണമെങ്കിൽ ഏത് വിൻഡോയാണ് വർദ്ധിക്കേണ്ടത്? തുറന്ന വിൻഡോ വർദ്ധിക്കണം. തുറന്ന വിൻഡോ വർദ്ധിക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നമ്മളെക്കുറിച്ച് നമ്മൾ പറയാൻ തയ്യാറാവണം. മറ്റുള്ളവരോട് നമ്മളെക്കുറിച്ച് നമ്മൾ പറയാൻ തയ്യാറാകുമ്പോൾ അതിനെ സ്വയം വെളിപ്പെടുത്തലെന്ന് പറയാം. അപ്പം നമ്മൾ ഗുപ്തമായി വെച്ചിരുന്നത് അവർക്ക് മനസ്സിലാകും. അതുപോലെ വേറൊന്ന്, ആളുകൾക്ക് പ്രതികരണങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. അതിന് ഫീഡ്ബാക്ക് എന്ന് പറയും. ഇത് രണ്ടും എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമുക്ക് തുടർന്ന് പഠിക്കാം. ഇവിടെ നമ്മൾ സ്വയം വെളിപ്പെടുത്തലിനെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. അതിനൊരു ഘടന ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. സാധാരണ ഒരു മീറ്റിങ്ങുകളിലൊക്കെ പോകുമ്പോൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ഘടന ഞാനിവിടെ ഉദാഹരണമായിട്ട് നാം കാണിക്കുകയാണ്. നമ്മുടെ പേരെന്താണ്, നമ്മളെന്ത് ജോലി ചെയ്യുന്നു, നമ്മളെവിടെ നിന്ന് വരുന്നു, നമ്മളെന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ പഠിക്കാൻ വരികയാണെങ്കിൽ ഈ പഠിക്കുന്നതിന് നമ്മൾ എന്തൊക്കെ ചെയ്യും എന്ന് നമ്മൾ പറയാറുണ്ട്. ഇതെല്ലാം കൂടെ ഒരു ഘടനയാണ്. അല്ലാതെ നമുക്ക് വായി തോന്നുന്നതെല്ലാം നമ്മളെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പം മനുഷ്യബന്ധങ്ങൾ നന്നാവണമെങ്കിൽ നമ്മളെക്കുറിച്ച് നമ്മൾ ഒരു ഘടനയോടുകൂടി സംസാരിക്കാൻ പരിശീലിക്കണം. ഇവിടെ പഠിക്കുന്നത് എങ്ങനെയാണ് പ്രതികരണങ്ങൾ കൊടുക്കേണ്ടതെന്നുള്ളതാണ്. പ്രതികരണങ്ങൾ കൊടുക്കുമ്പോഴാണ് അന്ധമായ ജനാല കുറയുന്നത്. അതായത് വേറൊരാളെക്കുറിച്ച് അവർക്ക് അറിയത്തില്ലായിരിക്കും, അവരന്ധമായിരിക്കും, പക്ഷെ നമ്മൾ കണ്ട കാര്യങ്ങൾ നമ്മൾ പറയുക എന്നുള്ളതാണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ പറയുന്നതിനൊരു ഘടന ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് വീണ്ടും പ്രധാനമായിരിക്കുന്നത്. അത് നമ്മളൊരു ഫോർമുല എന്ന് തന്നെ പറയാം. നമ്മൾ പറയുന്നത് അവർക്ക് പ്രയാസം ഉണ്ടാക്കുമെന്നൊരു സംശയം നമുക്കുണ്ടെങ്കിൽ അതവരോട് പറയണം. അതിന് ആദ്യം തന്നെ ഒരു അനുവാദം വാങ്ങണം. അത് പ്രയാസം ഉണ്ടാക്കുന്നതാണെങ്കിൽ ഒന്നുകൂടെ പറയണം, 2 തവണ പറയണം. എന്നിട്ട് അനുവാദം വാങ്ങി ഉറപ്പാക്കിയിട്ടേ പറയാവുള്ളൂ. പിന്നെ പറയുന്നത് എപ്പോഴും ഒരു സാഹചര്യത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം. വെറുതെ അങ്ങ് പറയാൻ പാടില്ല. നിങ്ങളെ എന്ന് ഉപയോഗിച്ചുള്ള വാക്ക് പറയാൻ പാടില്ല. എനിക്ക് തോന്നുന്നു എന്ന് പറയാൻ പ്രത്യേകം പരിശീലിക്കണം. അപ്പോൾ ഒരു സാഹചര്യത്തെ പറയണം, ആ സാഹചര്യത്തിൽ എനിക്കെന്ത് തോന്നി എന്നുള്ളതായിരിക്കണം പറയുന്നതിന് മുമ്പ് അനുവാദം വാങ്ങിയിരിക്കണം. ഇത്രയും കാര്യങ്ങൾ പാലിച്ചാൽ മാത്രമേ ആരോഗ്യകരമായിരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ കേൾക്കുന്ന ആൾക്ക് ചിലപ്പോഴും നമ്മുടെ വിമർശനങ്ങൾ വേദന ഉണ്ടാക്കുന്നതും ചിലപ്പോൾ അവർ തള്ളിക്കളയാനൊക്കെ ഇടയാകും. അവർക്ക് വളർച്ച ഉണ്ടാകണമെങ്കിൽ ഇതൊക്കെ പാലിച്ച് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. പ്രതികരണം കൊടുക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് നമുക്കാരെങ്കിലും ഒരു പ്രതികരണം തന്നാൽ അതെങ്ങനെ സ്വീകരിക്കണമെന്നുള്ളത്. അതിനും ചില നിയമങ്ങളൊക്കെ ഉണ്ട്. അപ്പം വേറൊരാളൊരു കാര്യം പറയുമ്പം ചിലപ്പോൾ അവർ അനുവാദം ചോദിച്ചിട്ടില്ലായിരിക്കും. ചോദിക്കണം എന്നുള്ളതൊരു നിയമമാണ്. പക്ഷെ ചോദിക്കാതെ പറഞ്ഞാലും എതിർവാദം പറയാതെ
കേൾക്കാൻ നമ്മൾ പരിശീലിക്കണം. അത് മുഴുവൻ കേട്ടതിന് ശേഷം അവർ പറയുന്നതിനകത്ത് വലിയ കാര്യമൊന്നും ഇല്ലെന്ന് തോന്നിയാൽ തള്ളിക്കളയാം. അല്ല, കാര്യം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ആ മാറ്റം നിങ്ങളിൽ വരുത്താൻ നിങ്ങൾ പരിശീലിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് വ്യക്തിപരമായ വളർച്ചയും നമ്മുടെ ബന്ധം മോശമാകാതെ ഇരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മളോട് വിമർശനം പറഞ്ഞ ആളോട് നമുക്ക് ഒരു എതിർപ്പ് തോന്നും. ന്യൂട്രലായിട്ടത് കേൾക്കാൻ പരിശീലിക്കണം. ഇങ്ങനെയാണ് ഒരു സമൂഹത്തിൻ്റെ ബന്ധം നല്ലതാകുന്നതും ഒരു ടീം വർക്കിന് നമ്മൾ കേപ്പബിൾ ആകുന്നതും. ഇത്രയും നേരം പഠിച്ച കാര്യങ്ങളുടെ ഒരു എക്സസൈസാണ്, ഒരു പരിശീലനം. ഓരോന്നും ആലോചിച്ച് എഴുതുക. വീഡിയോ നിർത്തി ചോദ്യങ്ങളുടെയൊക്കെ ഉത്തരങ്ങൾ എഴുതുക. എങ്ങനെയാണ് വിമർശനം കൊടുക്കേണ്ടത്, എങ്ങനെയാണ് സ്വയം വെളിപ്പെടുത്തേണ്ടത്. ഒരു ഉദാഹരണം എഴുതുക. ഒരാളെ എങ്ങനെ, നിങ്ങളുടെ പരിചയത്തിലുള്ള ഒരാൾക്ക് എങ്ങനെ നിങ്ങളൊരു വിമർശനം കൊടുക്കും, എന്തൊക്കെയാണ് അതിൻ്റെ ഘടന, എങ്ങനെ നിങ്ങളെ ചെയ്യും, അതൊന്ന് വാക്കാൽ എഴുതി വയ്ക്കുക. പ്രത്യേകിച്ച് നിങ്ങളുടെ മനസ്സിൽ ആർക്കെങ്കിലും ഒരു വിമർശനം കൊടുക്കേണ്ടതുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ എളുപ്പമായിരിക്കും. അവരെ കാണുമ്പോൾ എന്നിട്ടത് കൊടുക്കുകയും ചെയ്യുക. അത് എഴുതി കഴിയുമ്പോൾ വീഡിയോ തുടർന്ന് കാണുക. ഒരു സമൂഹം നന്നാവണമെങ്കിൽ സാമൂഹ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവർക്ക് ഒരു സ്ലോഗൻ അല്ലെങ്കിൽ ഒരു മുദ്രാവാക്യം ഞാനിവിടെ തരികയാണ്. ടീം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷിലുള്ള എക്സ്പാൻഷനാണത്. ടുഗെദർ എവരി വൺ അച്ചീവ്സ് മോർ. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒത്തുപിടിച്ചാൽ ആനയും പോരും. ഇതെപ്പോഴും മനസ്സിലിരിക്കട്ടെ. താങ്ക് യു. ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എക്സസൈസൊക്കെ ചെയ്യുക. ദൈനംദിന ജീവിതത്തിൽ സ്വയം വെളിപ്പെടുത്തുമ്പോഴും പ്രതികരണങ്ങൾ കൊടുക്കുമ്പോഴും ഇന്ന് പഠിച്ച കാര്യങ്ങൾ പരിശീലിക്കാൻ ഓർക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം.